ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് D-Link DSL2750U എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യുക. പവർ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഓൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. പവർ ഓൺ ആയതിനു ശേഷം നമുക്കറിയാം പവർ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന റീസെറ്റ് ബട്ടൺ അതിൽ ഹോൾഡ് ചെയ്ത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് റീലോഡായി വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ റീസെറ്റ് ആവുന്നതുകൊണ്ട് കാണാൻ പറ്റും. നമുക്ക് എല്ലാ LED ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. റീലോഡ് ആവുന്നുണ്ട്. ഒരു 3 സെക്കൻഡ്സ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് റീസെറ്റ് എല്ലാ LED ബ്ലിങ്ക് ചെയ്ത് അതിനുശേഷം ഇത് വീണ്ടും റീലോഡ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ആവുകയാണ് സിസ്റ്റം. വൈഫൈ സ്റ്റേബിളായിട്ട് കാണിക്കുന്നുണ്ട്. പവർ ഗ്രീൻ കാണിച്ചു. അതിനുശേഷം നമ്മൾ ഈ കേബിൾ കണക്ട് ചെയ്താൽ ലാൻ കേബിൾ കണക്ട് ചെയ്താൽ നമുക്ക് സിസ്റ്റത്തിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ IP ആയിട്ട് കാണിച്ചേക്കുന്നത് 192.168.1.1 യൂസർ നെയിം പാസ്വേഡും അഡ്മിനായിട്ടാണ്. ബ്രൗസർ ഓപ്പൺ ചെയ്യുക. 192.168.1.1 അടിക്കുക. നമുക്ക് കാണാൻ കഴിയും യൂസർ നെയിം ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നമ്മൾ അഡ്മിൻ പ്രസ് ചെയ്യുക. നമുക്ക് ഈ സിസ്റ്റം ലോഡായത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് സിസ്റ്റം റീസെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ പാസ്വേഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൽ ചെല്ലുക. ആക്സസ് കൺട്രോൾ, യൂസർ മാനേജ്മെൻറ്റ്, അവിടെ നമുക്ക് പുതിയ പാസ്വേഡ് മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ ഏത് പാസ്വേഡാണോ വേണ്ടത് ആ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ആദ്യം കറണ്ട് പാസ്വേഡ് അടിക്കുക. അതിനുശേഷം പുതിയ പാസ്വേഡ് എന്താണോ വേണ്ടത് ആ പുതിയ പാസ്വേഡ് അടിക്കുക. ഞാൻ അവിടെ admin @123 ആണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ കഴിയും നമുക്ക്. വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഗ് ഔട്ട് ആവുകയും നമുക്ക് തിരിച്ച് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോഗിൻ വിൻഡോ വരികയും ചെയ്യും. അവിടെ നമ്മൾ വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗ് ഔട്ട് ആവും. Thank you for watching this video. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.